ദേവാലയം ശുദ്ധീകരിക്കുന്നു. യേശു ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധരും മൂഢന്തരും ദേവാലയത്തിൽ യേശുവിന്റെ അടുത്തെത്തി അവൻ അവരെയെല്ലാം സുഖപ്പെടുത്തി. യേശുവിനെ വിധിക്കാൻ ഗൂഢാലോചന. പെസഹ തിരുനാളിനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നു. പുരോഹിതരും പ്രമാണികളും യേശുവിനെ എങ്ങനെ വധിക്കാം എന്നാലോചിച്ചു. പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടിരുന്നു. അപ്പോഴാണ് യേശുവിന്റെ ശിഷ്യനായ യൂദാസ് കറിയോത്തായിൽ സാത്താൻ പ്രവേശിക്കുന്നത്. അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തയ്യാറാണെന്ന് അറിയിച്ച് പ്രധാന പുരോഹിതന്മാരുടെ അടുത്തിരുന്നു. അവർ അവന് 30 വെള്ളിക്കാശ് വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം കാത്തിരുന്നു. പുതിയ ഉടമ്പടി. പെസഹ തിരുനാൾ ആഗതമായി. യേശു നിർദ്ദേശിച്ച പ്രകാരം ശിഷ്യന്മാർ പെസഹ ഒരുക്കി. സമയമായപ്പോൾ അവൻ അവർക്കൊപ്പം ഭക്ഷണത്തിനിരുന്നു. അവൻ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാകുന്നു. തുടർന്ന് പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ്. അവിടുന്ന് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്ത ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. ഗത്സമനിലെ പ്രാർത്ഥന. യേശുവും ശിഷ്യന്മാരും ഗത്സമൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. തന്റെ സമയം സമാഗതമായെന്ന് അവൻ അറിഞ്ഞിരുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ. അവൻ അല്പദൂരം മാറി മുട്ടിന്മേൽ വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അവൻ തീവ്രവേദനയും മുഴുകി കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥന കഴിഞ്ഞു തിരിച്ചെത്തിയപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നതാണ് കണ്ടത്. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെത്തി. അവനോടൊപ്പം പുരോഹിതരും പ്രമാണിമാരും അടങ്ങിയിരുന്ന ഒരു ജനക്കൂട്ടമുണ്ടായിരുന്നു. യൂദാസ് മുന്നോട്ട് വന്ന് ഗുരു എന്ന് വിളിച്ച് യേശുവിനെ ചുംബിച്ചു. യേശു അവനോട് ചോദിച്ചു, യൂദാസേ, ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ശിമയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതന്റെ സേവകന്റെ വലത്ത് ചെവി ഛേദിച്ചു. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. എൻ്റെ പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? അവൻ ആ സേവകന്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തി. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടി എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്തെന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിന്റെ ആധിപത്യവും. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു. ജനക്കൂട്ടം യേശുവിനെ ബന്ധിച്ച് പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസും അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അവനെ കണ്ട് ഒരു പരിചാരിക ചോദിച്ചു, നീയും അവനോട് കൂടി ഉണ്ടായിരുന്നവനല്ലേ? എന്നാൽ പത്രോസ് അത് നിഷേധിച്ച് ഞാൻ അവനെ അറിയില്ല എന്ന് മറുപടി പറഞ്ഞു. പിന്നെ വേറൊരാളും പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇവനും ഗലീലയക്കാരനാണല്ലോ. പത്രോസ് മറുപടി പറഞ്ഞു, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ കോഴി കൂവി. യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയാമെന്ന് കർത്താവ് പറഞ്ഞത് അവൻ ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞു. പീലാത്തോസിന് മുന്നിൽ. ജനപ്രമാണികളുടെ സമൂലം യേശുവിനെ പീലാത്തോസിനടുത്തേക്ക് കൊണ്ടുപോയി. അവർ അവന്റെ മേൽ കുറ്റങ്ങൾ ചുമത്തുവാൻ തുടങ്ങി. ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സിസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു.
പിലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നല്ലോ. പിലാത്തോസ് ജനക്കൂട്ടത്തോട് പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല. എന്നാൽ ജനങ്ങളാകട്ടെ അവന് മേൽ കുറ്റാരോപണങ്ങൾ നിരത്തിക്കൊണ്ടേയിരുന്നു. കുരിശുമരണത്തിനുള്ള വിധി. പിലാത്തോസ് വീണ്ടും ജനക്കൂട്ടത്തോട് പറഞ്ഞു, നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും ഞാൻ ഈ മനുഷ്യനിൽ കാണുന്നില്ല. അതിനാൽ ഞാൻ ഇവനെ ചവിട്ടിക്കൊണ്ടടുപ്പിച്ച് വിട്ടയക്കും. എന്നാൽ ജനക്കൂട്ടമാകട്ടെ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പീലാത്തോസ് പലവട്ടം ജനങ്ങളെ അനുനയിപ്പിക്കാനായി ശ്രമിച്ചു. എന്നാൽ അവരാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ അവനെ ക്രൂശിക്കുക എന്ന് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ജനം തന്നെ വിജയിച്ചു. അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കാൻ പീലാത്തോസ് തീരുമാനിച്ചു. പീലാത്തോസ് അവനെ കുരിശിൽ തറയ്ക്കാനായി ജനക്കൂട്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഗാഗുൽത്ത യാത്ര. ജനക്കൂട്ടം യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി ഗാഗുൽത്ത മലയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതുവഴി വന്ന കിറേനക്കാരൻ ശിമയോനെ കുരിശിൽ ചുമക്കാൻ യേശുവിനെ സഹായിക്കുന്നതിനായി നിർബന്ധിച്ചു. ശിമയോൻ യേശുവിനെ സഹായിച്ചു. യേശുവിനോട് സഹതാപം കൊണ്ടല്ല, മറിച്ച് അവനെ ജീവനോട് തന്നെ കുരിശിൽ തറയ്ക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് അവർ യേശുവിനെ സഹായിക്കാൻ ശിമയോനെ ചുമതലപ്പെടുത്തിയത്. ആ യാത്ര ഗാഗുൽത്തയുടെ മുകളിലെത്തി. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. ഗാഗുൽത്തായിൽ 2 കള്ളന്മാരുടെ മധ്യയായി അവർ യേശുവിനെ കുരിശിൽ തറച്ചു. യേശു പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. പ്രമാണിമാർ യേശുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവർ മറ്റുള്ളവരെ രക്ഷിച്ചു, ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. ഇത് കേട്ട് കുരിശിൽ കിടന്ന കടൽമാരനൊരുവൻ അവനോട് പറഞ്ഞു, നീ ക്രിസ്തുവാണല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നമ്മുടെ ശിക്ഷാവിധി ജ്ഞാനമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ ഈ മനുഷ്യൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർമ്മിക്കണമേ. യേശു അവനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ നിന്റെ കൂടെ പർദീസായിലായിരിക്കും. യേശു കുരിശിൽ മരിക്കുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിന്റെ തിരശ്ശീല നടുവേ കീറിപ്പോയി. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. ഈ സംഭവമെല്ലാം കണ്ടുനിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. ഇതെല്ലാം കണ്ട് ജനക്കൂട്ടം മാറിത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. യേശുവിനെ സംസ്കരിക്കുന്നു. യഹൂദരോടുള്ള ഭയനിമിത്തം യേശുവിന്റെ രഹസ്യ ശിക്ഷനായി കഴിഞ്ഞിരുന്ന അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്ത് മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം വാങ്ങി. അവൻ യേശുവിന്റെ ശരീരം കുരിശിൽ നിന്നും താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും വന്നവർ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ സംസ്കരിച്ചു. ശൂന്യമായ കല്ലറ. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ മഗ്ദല മറിയം യേശുവിന്റെ കല്ലറക്കടുത്തെത്തി. ശവകൂടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി പത്രോസിന്റെയും യോഹന്നാന്റെ അടുക്കലെത്തി പറഞ്ഞു, കർത്താവിനെ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഇത് കേട്ട് ശിഷ്യന്മാർ കല്ലറയിലേക്ക് ഓടി. ശിമയോൻ പത്രോസ് കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ കച്ചി അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല തനിച്ചൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. അപ്പോൾ യോഹന്നാനും കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ച് ആ കാഴ്ച കണ്ടു. അവർ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവരതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി.